ഹലോ എവരിവൺ. സോ നമ്മൾ ഒളിമ്പ്യാഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് ഒളിമ്പ്യാഡ് എക്സാം എന്നുള്ളതും അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെയാണ് സിലബസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിൻ്റെ കംപ്ലീറ്റ് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒളിമ്പ്യാഡിന് വന്നിട്ടുള്ളതും അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒളിമ്പ്യാഡ് എക്സാമിൻ്റെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെയും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്കൂൾ എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല. സ്കൂൾ എക്സാമിന് വരെ എങ്ങനെയാണ്, ഒരു ക്വസ്റ്റ്യൻ വരും, നിങ്ങൾക്ക് അതിന് ABCD ഓപ്ഷൻസ്, പല സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഒരുപാട് ആൻസർ എഴുതി വെക്കും, ടീച്ചർ അത് ഇവാലുവേറ്റ് ചെയ്യും, A+ഓ Aയോ ഗ്രേഡ് ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തരും. ഓക്കെ, ഇതാണ് സംഭവിക്കുക. പക്ഷേ ഇതുപോലത്തെ എക്സാമുകൾക്ക്, ഒളിമ്പ്യാഡ് പോലെയുള്ള എക്സാമുകൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിലൊരു ഓപ്ഷൻ മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നല്ല ഫെമിലർ ആയിരിക്കും. കാരണം അവർക്ക് നടക്കുന്ന എക്സാമുകളെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന അതേ ഫോർമാറ്റിൽ, അതേ ടെംപ്ലേറ്റിലാണ് അവർക്ക് എക്സാമുകൾ നടക്കുന്നത്. ഇനി പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമിന് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ അതിൽ 4 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഓപ്ഷൻ ഏതാണെന്ന് മാർക്ക് ചെയ്യുന്നിടത്ത് മാത്രമാണ് കാര്യമുള്ളത്. കാരണം അതിൽ വേറെ നിങ്ങൾ ഏത് സ്റ്റെപ്പ് ഉപയോഗിച്ചു, ഏത് പ്രൊസീജിയർ, ഏത് ഇക്വേഷൻ, ഇതൊന്നും വളരെ റെലവെന്റ് ഇല്ല. നിങ്ങൾക്ക് ഏത് കോൺസെപ്റ്റോ ഏത് ഇക്വേഷനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അൾട്ടിമേറ്റ്ലി ആ 4 ഓപ്ഷൻസിലെ കറക്റ്റ് ആൻസർ കിട്ടുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സാധാരണ സ്കൂൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ പോലെ ആയിരിക്കില്ല. അതായത് നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുന്നു, അതേ കോൺസെപ്റ്റ് നമുക്ക് സ്കൂളിൽ എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിൽ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പഠിക്കുന്നു, അവിടെ ചെല്ലുന്ന സ്കൂളിൽ എക്സാമിന് ചെല്ലുമ്പോൾ എന്താണ്, വാട്ട് ഇസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, നമ്മൾ അതേ സാധനം എഴുതി വെക്കുന്നു. അങ്ങനെ ആയിരിക്കില്ല. ഇതിൽ തിയറി ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ബാക്കിയെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ കോൺസെപ്റ്റിൽ ബേസ് ഉണ്ടോ, നിങ്ങൾക്ക് എത്രമാത്രം ടാലന്റ് ഉണ്ട്, ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ ട്രെയിനിങ് ആവശ്യമുണ്ട്, കുറച്ച് എക്സ്ട്രാ കോച്ചിങ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് വഴി ഈ ഒരു ലൈവ് സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒളിമ്പ്യാഡിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഇതിൽ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. മാത്രമല്ല നിങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുള്ളതും പഠിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ അതിനെ അപ്ലൈ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ഇത്തരത്തിലുള്ള എക്സാമിന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, അപ്പൊ അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ലൈവ് സീരീസിൽ പറയും. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ട് അതിലുള്ള പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ച് ഡീമോട്ടിവേറ്റഡ് ആയി പോകരുത്. ഇതിൽ നിങ്ങൾ പഠിക്കുന്ന കോൺസെപ്റ്റിനെ ഡിഫറെൻറ്റ് രീതിയിൽ അപ്ലൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ സ്കോർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ട്രെയിനിങ് വേണം. അപ്പോൾ നിങ്ങൾ കുറച്ച് വീഡിയോസ് കണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് അതിലെ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പതിയെ പതിയെ റെഡി ആയിട്ട് വരും. അപ്പോൾ അതിൽ ആ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മോട്ടിവേഷൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒളിമ്പ്യാഡ് പോലെയുള്ള ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സിംപ്ലിഫൈ 2/√5 + √3 + 1/√3 + √2 - 3/√5 + √2. ഓക്കെ, കാണുമ്പോൾ തന്നെ വലിയൊരു എക്സ്പ്രഷൻ ആണ്. കുറെ √5, √3, √2 ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? നിങ്ങൾ ഓൾറെഡി നാനത്തിൽ പഠിക്കുന്ന ഒരു സംഭവം ഉണ്ട്, റാഷണലൈസേഷൻ എന്ന് പറയുന്ന സംഭവം. NCERT സിലബസിൽ പഠിക്കുന്നുണ്ട്. അതായത് സാധാരണ നമ്മൾ ഡിനോമിനേറ്ററിൽ ഇങ്ങനെയുള്ള ആളുകൾ വരികയാണെങ്കിൽ ആ ഡിനോമിനേറ്റർ ഒഴിവാക്കാനേ ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുത്തിട്ടുള്ള ആളെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ആ ഒരു പരിപാടി ഉണ്ട്. അത് ഇവിടെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അത് ഇവിടെയും ചെയ്യാം. അങ്ങനെ ഓരോ എക്സ്പ്രഷൻസ് മാറ്റി മാറ്റി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെ തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഓക്കെ, അങ്ങനെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. കാരണം സിമ്പിളാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. 2/√5 + √3 + 1/√3 + √2 - 3/√5 + √2. ഇതാണല്ലോ ക്വസ്റ്റ്യൻ അല്ലേ? ഇതില് ഞാൻ ഈ 2 എന്ന് പറയുന്ന ആളെ എനിക്ക് 5 - 3 ആക്കി കൂടെ. അതായത് ഇവിടുത്തെ ന്യൂമറേറ്ററിലെ 2ന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്, 5 - 3. 5 - 3/√5 + √3 തരും. പ്ലസ് അടുത്ത ആളുടെ ന്യൂമറേറ്റർ എന്താ, 1. ആ 1ന് പകരം ഞാൻ 3 - 2 എന്ന് കൊടുത്തു. 3 - 2/√3 + √2 മൈനസ് അടുത്ത ആളുടെ ന്യൂമറേറ്റർ എന്താ, 3 ആണ്. 3ക്ക് പകരം ഞാൻ 5 - 2 കൊടുത്തു. 5 - 2/√5 + √2. എന്തിനാ അപ്പൊ ഇങ്ങനെ കൊടുത്തത്? നിങ്ങൾ പല രീതിയിൽ കൊടുത്തൂടെ. ഇപ്പൊ 3 കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നുണ്ടോ? 13 - 10 3 അല്ലേ, അങ്ങനെ കൊടുത്തൂടെ. 1 കിട്ടണമെന്നുണ്ടെങ്കിൽ 21 - 1 അങ്ങനെ കൊടുത്തൂടെ. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കാഞ്ഞത്? കാരണം വളരെ സിമ്പിളാണ്.
ഇവിടെ ഡിനോമിനേറ്റർ നോക്കിയേ √5 √3 അല്ലേ, ഇവിടെ 5 3, ഇവിടെ √3 √2, ഇവിടെ 3 2. ഓക്കെ, ഇവിടെ √5 √2, ഇവിടെ 5 2. ആ റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 5 - 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 - 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, √5 സ്ക്വയർ മൈനസ് √3 സ്ക്വയർ. കുഴപ്പമുണ്ടോ? കാരണം എന്താ, √5 സ്ക്വയർ 5 ആണ്, √3 സ്ക്വയർ 3 ആണ്. അപ്പൊ ഞാൻ ഇവിടെയുള്ള 5 പകരം √5 സ്ക്വയർ കൊടുത്തു, 3 പകരം √3 സ്ക്വയർ കൊടുത്തു, ഒരു ഡിഫറൻസും ഇല്ല. ഓക്കെ, ഇയാളെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഫോം ഉണ്ട്, എന്താണ് a² - b² = a + b × a - b. നമ്മൾ 8th പഠിക്കുന്ന കാര്യമാണ് a + b² a - b². അതുപോലെ തന്നെ പഠിക്കുന്ന ഒരു സംഭവമാണ് a + b × a - b = a² - b² എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ ഒരു a² - b² ഫോം അല്ലേ, √5 സ്ക്വയർ മൈനസ് √3 സ്ക്വയർ. അപ്പൊ നമുക്കത് a + b × a - b എന്നുള്ള രീതിയിൽ എഴുതി കൂടെ, അതായത് √5 + √3 × √5 - √3 എന്നുള്ള രീതി എഴുതിക്കൂടെ, എഴുതാം. അപ്പൊ നമ്മൾ ഇവിടെയുള്ള 5 - 3 എന്താക്കി മാറ്റി, √5 + √3 × √5 - √3 എന്നുള്ള രീതിയിലാക്കി. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് എഴുതാണ് അത് √5 + √3 × √5 - √3 ഡിവൈഡ് ബൈ, അപ്പൊ നമ്മൾ ഇവിടെയുള്ള 5 - 3 മാത്രമേ മാറ്റിയിട്ടുള്ളൂ, അവിടെ ഡിനോമിനേറ്ററിൽ ഒരു ആളുണ്ട്, ആരാണ്, √5 + √3. ഓക്കെ, പ്ലസ് നിങ്ങൾ നോക്കിയേ, ഇവിടെ നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ 5 - 3 നമ്മൾ √5 + √3 × √5 - √3 ആക്കി. എന്നാൽ അതേപോലെ 3 - 2 നമുക്ക് ഇതുപോലെ മാറ്റിക്കൂടെ, 3 - 2 എന്താക്കാം, √3 സ്ക്വയർ മൈനസ് √2 സ്ക്വയർ ആക്കാം. അപ്പോൾ നമ്മൾ a + b × a - b ഫോമിലാക്കിയ √3 + √2 × √3 - √2 ആക്കിക്കൂടെ. സെയിം പരിപാടി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് ഒന്നും കൂടെ എഴുതാം, √3 + √2 × √3 - √2. ഇപ്പൊ ചെയ്ത അതേ മെത്തേഡ് ബൈ ആരുണ്ട്, √3 + √2 ഉണ്ട്, മൈനസ് അടുത്ത 5 - 2. 5 - 2 ഇതേപോലെ എഴുതി കൂടെ, √5 + √2 × √5 - √2 ബൈ √5 + √2. ഇതിന് എന്ത് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. കാരണം ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരാൾ കൂടി എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ 3 - 2 എക്സാമ്പിൾ നമ്മൾ എടുക്കാം. 3 - 2 നമുക്ക് ഇങ്ങനെ ആക്കാം, √3 സ്ക്വയർ മൈനസ് √2 സ്ക്വയർ. നമ്മുടെ a² - b² ആയി. അപ്പൊ എന്തായി, √3 + √2 × √3 - √2. അയാളെയാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതിയത്. അതുപോലെ 5 - 2 ആണെങ്കിൽ √5 + √2 × √5 - √2. എന്ത് എങ്ങനെ ആക്കിയത്? ഇനി നിങ്ങൾ നോക്കിയേ, ഡിനോമിനേറ്റർ കട്ടായി, ഇതോടുകൂടി ഡിനോമിനേറ്റർ കട്ടായി പോയി. √5 + √3 √5 + √3 √3 + √2 √3 + √2 √5 + √2 √5 + √2 എല്ലാവരും ക്യാൻസൽ ആയി പോയി. ഇനി ബാക്കി ആരാളുള്ളത്, ഈ ടേമിൽ ഫസ്റ്റത്തെ ആളില് √5 - √3 മാത്രം, പ്ലസ് അടുത്തത് ആരാളുള്ളത്, √3 - √2 മാത്രം. അടുത്തത് ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ശ്രദ്ധിക്കണം കേട്ടോ, -5 - √2 മാത്രം. എന്തിനാ മൈനസ് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം, മൈനസ് പ്ലസിനെ പോലെയല്ല, കുറച്ച് പ്രശ്നമാണ്. കാരണം മൈനസ് വരുമ്പോൾ സൈന് മാറും. അപ്പൊ അതായത് ഇയാളെ ഈ സ്റ്റെപ്പ് ഒന്നും കൂടി ഇങ്ങോട്ട് എഴുതാണ്. ഓക്കെ, √5 അതുപോലെ തന്നെയാണ്. ഇവിടെ ക്യാൻസൽ ചെയ്യപ്പെടുന്ന ആൾക്കാർ ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്തു കേട്ടോ, -√3 + √3 ക്യാൻസൽ ചെയ്തു. ബാക്കി ആരാളത്, √5 ഉണ്ട്, ഇയാളുണ്ട്, പിന്നെ -√2 ഉണ്ട്. ഇനി ഈ മൈനസ് ഉള്ളോട്ട് എടുത്താൽ -(√5) -√5. അടുത്തത് -(√2) രണ്ടും കൂടെ +√2 മാറും, +√2 മാറും. സോ √5 -√5 ക്യാൻസൽ ആയി, -√2 +√2 അതും ക്യാൻസൽ ആയി. ബാക്കി ആരേ ഉള്ളൂ, 0 മാത്രം. അപ്പൊ ഇവിടെയുള്ള ഈ എക്സ്പ്രഷനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ആൻസർ എന്ത് കിട്ടി, 0 കിട്ടി. ഓപ്ഷൻ ഡി ആണ് നമുക്ക് വേണ്ട ആൻസർ. അപ്പൊ ഞാൻ എന്തിനാണ് ഈ മെത്തേഡ് ഉപയോഗിച്ചത്, നിങ്ങൾ മറ്റേ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്തൂടെ. അതായത് √2/√5 + √3 എന്ന് ആളെ മാത്രം എടുത്തു. ഓക്കെ, സാധാരണ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള റാഷണലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം കാണിക്കാം. ഫസ്റ്റ് ആള് 2/√5 + √3 നമ്മൾ റാഷണലൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, √5 - √3 വെച്ചിട്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്തുള്ള a² - b² ഫോം ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിനോമിനേറ്റർ കിട്ടും. പിന്നെ ആ ഡിനോമിനേറ്ററിനെയും ഇയാൾ നമ്മൾ ക്യാൻസൽ ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ആ രണ്ട് സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആ പരിപാടി ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാം. ഇതാകുമ്പോൾ നിങ്ങൾ ഓരോന്നും ഇങ്ങനെ ചെയ്തു നോക്കണം അല്ലെ, ഓരോന്നും ചെയ്ത് നോക്കണ്ടേ. ഇതാവുമ്പോൾ ഓരോന്നും ചെയ്ത് നോക്കണ്ടേ, ഒരൊറ്റ സ്റ്റെപ്പിൽ ഞാൻ നോക്കിയേ. ഫസ്റ്റ് ഇത് ക്വസ്റ്റ്യൻ, നിങ്ങൾ തന്ന ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടോ, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്. ആക്ച്വലി തേർഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് 0 എന്നുള്ള ആൻസർ കിട്ടും. 3 സ്റ്റെപ്പിനകത്ത് ആൻസർ കിട്ടി. മറ്റതാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇയാളെ ചെയ്ത് നോക്കണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്
പിന്നെ ഇയാൾ ചെയ്ത് നോക്കണം റാഷണലൈസേഷൻ, സെക്കൻഡ് ഇയാൾ ചെയ്യണം, തേർഡ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓരോ ഇതുപോലത്തെ ഓരോ ആളുകൾ കിട്ടും. പിന്നെ ഫോർത്ത് സ്റ്റെപ്പിൽ ഇവർ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പുകളുടെ എണ്ണം കൂടി വരും. അതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും മിസ്റ്റേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം വെച്ചുകൊണ്ട് തന്നെ ഓരോന്ന് ചെയ്യാൻ, അതിന് നമുക്ക് സമയമില്ല. എല്ലാ ആൾക്കാരെയും 3 ആളുകളെയും ഒരുമിച്ച് ഒരൊറ്റയടിക്ക് ചെയ്യുന്ന പരിപാടിയിലോട്ട് പോയത്. ഇപ്പോൾ ഇവിടെയുള്ള സുഖം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആകെ ഈ ഒറ്റ സംഭവം മാത്രം നോക്കിയാൽ മതി അല്ലെ. 5-3 ഇതുപോലെ ആക്കാൻ പറ്റും എന്നുള്ള പരിപാടി മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ആളി മൂന്നാമത്തെ ആളി അതേ ഫോർമാറ്റിൽ കോപ്പി പേസ്റ്റ് അടിച്ച് എഴുതിയാൽ മതി. പക്ഷെ ഇത് പറ്റില്ല. ഇത് നിങ്ങൾ ഓരോരുത്തരെയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ഒരു പണി മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇയാൾ ബോണസ് ആണ്. പക്ഷെ ഇവിടെ ഇയാളും എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോന്ന് റാഷണലൈസ് ചെയ്യുമ്പോൾ പണിയെടുക്കണം. ഇവിടെ പണിയെടുക്കണ്ട. നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആകുമ്പോൾ കുറേ സ്റ്റെപ്പ് എഴുതുന്നതിനല്ല മാർക്ക്. എത്രയും പെട്ടെന്ന് ടൈം ബൗണ്ടഡ് ആയിട്ട് കറക്റ്റ് ആൻസറിലോട്ട് അക്യുറേറ്റ് ആയിട്ട് എത്തുന്നവർക്കാണ് അവിടെ മുന്നിലെത്താൻ പറ്റുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തത്. ഈ മെത്തേഡ് പഠിച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിൽ വരണം. അതായത് ഇവിടെ 5+3 വരുമ്പോൾ ഇവിടെ 2 വരുമ്പോൾ ഇത് 5-3 ആണല്ലോ എന്ന് നിങ്ങളുടെ മൈൻഡിൽ വരണം. ഇത് 3-2 ആണല്ലോ, ഇത് 5-2 ആണല്ലോ എന്ന് വരണം. അതൊരു സുപ്രഭാതത്തിൽ ഡയറക്റ്റ് എക്സാം ഹാളിൽ പോകുമ്പോൾ വരുന്ന കാര്യമില്ല. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഇതുപോലത്തെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സിമ്പിൾ ആയിട്ട് പറ്റും. ഇതൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ല. ആദ്യം ഫസ്റ്റ് ടൈം കാണുമ്പോഴേ കോംപ്ലിക്കേഷൻ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറ്റും. പക്ഷെ അത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇറാഷണൽ നമ്പേഴ്സ് തമ്മിലുള്ള ഓപ്പറേഷൻസ് കൃത്യമായിട്ട് അറിയണം. √5, √3, √2, √7 ഇവരൊക്കെ തമ്മിലുള്ള ഓപ്പറേഷൻസ് ബേസിക് മാത്തിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് ബാക്കി എല്ലാം ബോണസ് ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ചെയ്യണം. ബാക്കിയൊക്കെ അടുത്തൊരു സെഷനിൽ നോക്കാം. ഓക്കെ, താങ്ക്